ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുന്ന ആദർശിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അഭിയും ജലജയും അനാമികയും ജാനകിയും ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാൻ ചെയ്യുകയാണ് അവരെല്ലാവരും കൂടെ കൂടി. ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. കുടുംബത്തിലുള്ള ഓരോ ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ച് ചോദിക്കുകയാണ്. അവസാന അനാമികയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം ജലജ തന്നെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അങ്ങനെ ചാനൽ കൊടുത്ത വാർത്ത അറിഞ്ഞ് ആകെപ്പാടെ ആദർശ് ഞെട്ടി വിറച്ചിരിക്കുകയാണ് കേട്ടോ. ഈ കാര്യങ്ങൾ വിളിച്ച ആദർശ് മുത്തശ്ശനോട് പറയാണ്. മുത്തശ്ശനാണെങ്കിൽ ആകെപ്പാടെ അങ്ങ് കലിപ്പിലാണ്. അങ്ങനെ അനന്തപുരിയിൽ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശം, നയനയും അഭിയും അങ്ങനെ എല്ലാവരും തന്നെ അനന്തപുരി തറവാട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ ഓഫീസിൽ നിന്ന്. ഈ സമയത്ത് മുത്തശ്ശൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, സത്യം പറയണം, ഈ ഒരു വിഷയം ആരാണ് ലീക്കാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക അഭിയൊക്കെ ഒന്നും മിണ്ടാതിരിക്കുകയാണേ. രണ്ടുപേരും ഈ ഒരു സംഭവത്തിൽ പങ്കാളികളുമാണ്. മുത്തശ്ശൻ പിന്നെയും പറയുന്നുണ്ട്, ആരാണെങ്കിലും സത്യം പറഞ്ഞോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതിനു പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവർ ഈ തറവാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ ഒരു സമയത്ത് നവി ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ, പറഞ്ഞ എന്താ കുഴപ്പം? അത് പിന്നെ ഈ ഒരു വിവരം ലീക്ക് ആയത് ഈ തറവാട്ടിൽ നിന്ന് തന്നെയാണെന്നുള്ളതിൽ ഏതാ മുത്തശ്ശൻ ഇത്ര ഉറപ്പെന്താ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ആദർശമായിട്ടുള്ള ബന്ധം, അനഘയുടെ ബന്ധങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ചന്തുമോളാണെങ്കിലും ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതും. അനഘയുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണെന്നുള്ളത്. അവർ വഴിയും ഇതൊക്കെ ലീക്ക് ആകുമല്ലോ, പിന്നെ ഇത് ലോകം അറിഞ്ഞാൽ എന്താ കുഴപ്പം, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എല്ലാവരും സഹിക്കുന്നത് എന്ന് പറയാണ്. എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞു വരുന്നത്? മുത്തശ്ശൻ എന്തോ അർത്ഥം വെച്ചിട്ടാണല്ലോ ഇത് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നവി ചോദിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത്, നീ ഇതിൽ ഇടപെടേണ്ട, നീ മിണ്ടാതെ അങ്ങോട്ടങ്ങ് മാറി നിൽക്കുന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവി ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ മിണ്ടാതെ ഇങ്ങനെ അപ്പുറത്തോട്ട് മാറി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അനാമികയും അതുപോലെ തന്നെ അഭിയും ഒക്കെ ഇങ്ങനെ പതറി നിൽക്കുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഈ ഒരു സംഭവം പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാടിന് മാത്രമല്ല നമ്മുടെ കമ്പനിക്കും അതൊരു കോട്ടമുണ്ടാകും. ഇത്രയും നാളെ നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരുന്ന സൽപ്പേര് മൊത്തം ഈ ഒരു പ്രശ്നത്തിലൂടെ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്. അതെന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്തത്? ഓണമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് റെക്കോർഡ് സെയിലും ഉണ്ടാകും. ഇത്രയും നാളും ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ അർപ്പിച്ചിരുന്ന ആ ഒരു വിശ്വാസവും ബഹുമാനവും ഒക്കെ എല്ലാം തകരാൻ പോകുന്നത് ഒറ്റ നിമിഷത്തിലല്ലേ. സോഷ്യൽ മീഡിയസിലോ അല്ലെങ്കിൽ മഞ്ഞ പത്രക്കാരോ ആരെങ്കിലും ഈ വിഷയത്തെ പറ്റി ഒന്ന് ചോദിച്ച് അവർക്ക് എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മതി, പിന്നെ ഈ ഒരു വിഷയം ആളിക്കത്തും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. നമ്മുടെ മുത്തശ്ശൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവും എല്ലാം, ജ്വല്ലറീയുടെ ബിസിനസ്സിൻ്റെ എല്ലാം തകർന്നടിയും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരായാലും ഈ തെറ്റ് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ അച്ഛൻ അങ്ങനെ പറയുന്നത്? ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അച്ഛൻ ക്ഷമിച്ചില്ലേ? പിന്നെയാണോ അച്ഛാ? അയ്യോ, ഒരു തെറ്റ് ക്ഷമിക്കാൻ പാട്. ഒരു പെൺകുട്ടിയെ പറ്റിച്ച് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കി ഇവനെ ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവരും അവൻ ചെയ്ത തെറ്റൊക്കെ കണ്ണടച്ചങ്ങ് അവനെ ന്യായീകരിക്കുമല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരാൾ ഈ ഒരു വാർത്ത പുറത്തു വിട്ടതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. മുത്തശ്ശൻ ഉടനെ തന്നെ മുന്നോട്ട് വന്നിട്ട് ജലജയുടെ കവിളിനിട്ട് ഒരടി അങ്ങ് കൊടുക്കുന്നുണ്ട്. മിണ്ടി പോകരുത് നീ, ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനെല്ലാം കാരണക്കാരി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ സ്വഭാവം ശരിയായിരുന്നെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ വിട്ടിട്ട് പോയില്ലായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ നിൻ്റെ മകനും ഇപ്പോൾ പിഴച്ചു പോയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ജലജയോട് പറയാണ്. എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ ഉടനെ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, സത്യം പറഞ്ഞോ, ആരാ ഈ വാർത്ത മീഡിയയിലെ അറിയിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല ആദർശേ, എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. ഇന്ന് കാണുന്നത് പോലുള്ള ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഒരുപാട് ഞാൻ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനമാണ് ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ സൽപ്പേരും ആ ഒരു സ്റ്റാമ്പും അത് ഞാൻ ഒരിക്കലും തകർത്ത് കളയാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഈ ഒരു ദുഷ്പേര് കാരണം എൻ്റെ കമ്പനിക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല എന്ന് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയാണ്.
ഇത് കേൾക്കുമ്പോഴേക്ക് അനാമികയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം അനാമികയാണ് ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. എന്ത് കൊള്ളരുതായ്മയും കാണിക്കാൻ അബി ഒരുക്കമായിരുന്നെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അബിക്ക് പേടിയാണ് കേട്ടോ. കാരണം ഇത് പുറത്തറിഞ്ഞ് മീഡിയാസൊക്കെ അറിഞ്ഞ് ഇത് വലിയൊരു ഇഷ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തറവാടിനൊരു നാണക്കേടും ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും മുത്തശ്ശൻ DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരും. അപ്പോൾ എൻ്റെ കുട്ടിയാണ് ചന്തുമോൾ എന്നുള്ള കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അബി ഈ കാര്യം ലീക്ക് ഔട്ട് ആക്കാതെ തന്നെ സൂക്ഷിക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിലിപ്പോൾ ഇത് കളി കത്തിയേക്കുന്നത് അനാമികയുടെ കൂടെ ആവശ്യമായതുകൊണ്ട് തന്നെ അനാമികയാണ് ഈ കാര്യം വിളിച്ച് ചാനലിൽ അറിയിച്ചത്. അച്ഛനാണെങ്കിൽ സംശയം അബിയെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ അബിയുടെ കോളറിനൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പറയടാ, സത്യം പറയടാ, നീയാണോ ഇതൊക്കെ ചെയ്തത്? നീ ഒരുത്തർ മാത്രമോ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അടിക്കാൻ കൈ വെക്കുമ്പോഴേക്കും തന്നെ അബി പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശൻ, ഞാനല്ല ഇത് ചെയ്തത് എന്നിങ്ങനെ പറയുക. എൻ്റെ അനന്തപത്മനാഭനാണ് സത്യം, ഞാനല്ല മുത്തശ്ശൻ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാടാ എനിക്ക് എന്നിങ്ങനെ മുത്തശ്ശൻ പിന്നെയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത് എന്ന് നിനക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അബിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അബി നോക്കുന്നത് ഇങ്ങനെ നേരെ അനാമികയുടെ മുഖത്തേക്കാണ്. എല്ലാവരും ഇങ്ങനെ അനാമിക ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അനാമിക തല ഊനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അനാമികയ്ക്ക് ഇതിലെന്തോ ഒരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കി മുത്തശ്ശൻ അബിയെ വിട്ടിട്ട് നേരെ അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ്. അനാമിക തല ഊനിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നീയാണോ ഈ കാര്യം വിളിച്ച് മീഡിയസിനെയൊക്കെ അറിയിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനാമിക ആണെങ്കിലും മുത്തശ്ശൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നല്ല പേടിയാവുന്നുണ്ട്. അവളൊന്നും മിണ്ടാതെ ഇങ്ങനെ തല ഊനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ എന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, സത്യം പറ, ഇതിന് പിന്നിൽ നീയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഗാംഭീര്യത്തോടു കൂടെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും തന്നെ അനാമിക വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. രാവിലെ ജലജാപ്പച്ചി അഭിയേട്ടനും കൂടിയാണ് പറഞ്ഞത് ഈ കാര്യം ന്യൂസിലാക്കണം, എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മീഡിയാസിനെയൊക്കെ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനാമിയെ അടിക്കാനായിട്ട് ഓങ്ങിയ കൈകൊണ്ട് തന്നെ മുത്തശ്ശൻ അബിയുടെ കരണത്തിന് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാവിടാ, ഇതിൻ്റെ പിന്നിൽ 100% പ്രവർത്തിച്ചിരുന്നത് നിൻ്റെ ബുദ്ധി തന്നെയാണെന്നുള്ള കാര്യം. നാണമില്ലല്ലോടി നിനക്ക്, എന്തിനാ ഇവരുടെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് ഇമാതിരി പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അല്ല ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക. അപ്പോഴേക്കും തന്നെ ചെലച്ച് ഉടനെ പ്ലേറ്റ് തിരിക്കുന്നുണ്ട്. ചെലച്ച് പറയാണ്, അല്ലച്ചാ, ഇവളെ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത്രയും ഉയർന്ന പദവിയിലുള്ള MD സ്ഥാനത്തിരിക്കുന്ന ആദർശേട്ടൻ തെറ്റ് ചെയ്യാമെങ്കിൽ പിന്നെ അഭിയേട്ടൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നത്? ചാനലിലെ വിളിച്ചങ്ങ് പറ, അല്ലെങ്കിൽ ഞാൻ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞത് അനാമിക തന്നെയാണ് പറയുകയാണ് കേട്ടോ. അപ്പം ജലജി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനും എൻ്റെ മോനും അവളോട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ചെയ്യേണ്ടതെന്നുള്ളത്, അത് കമ്പനിയെ ബാധിക്കുക എന്നൊക്കെ ഇങ്ങനെ അബി പറഞ്ഞപ്പോഴേക്കും ഈ അനാമികയാണ് പറഞ്ഞത്, അതൊന്നും സാരമില്ല, നമുക്കിത് എല്ലാവരെയും അറിയിക്കണം, അഭിയേട്ടൻ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അറിയിക്കും എന്നിങ്ങനെ പറഞ്ഞു പോയത് ഈ അനാമിക തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ജലജ. ഇത് കേട്ടപ്പോൾ തന്നെ അനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. അനി ഉടനെ തന്നെ വന്നിട്ട് അനാമികയുടെ മുഖത്തിട്ട് ഒരൊറ്റടി വെച്ച് കൊടുക്കുകയാണ്. നീ എന്താടി ഈ കാണിച്ചത്? നീ എന്താടി ഈ കരുതിയത്? ഇവിടെ കിടന്ന് ഇതുപോലുള്ള പണികളൊക്കെ കാണിച്ചാൽ ഞങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കില്ല, മിണ്ടാതിരിക്കില്ല എന്നാണ് നീ ഞങ്ങളുടെ കമ്പനിയായിട്ട് അഭിമാനമാണ് ഇല്ലാതാക്കാൻ നോക്കിയത്. കമ്പനിയെ എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയെന്നുള്ളത് നിനക്കറിയാവൂടി. അത് മുത്തശ്ശൻ്റെ വേർപ്പാണ്, മുത്തശ്ശൻ അധ്വാനമാണ്. അതുപോലെ നിനക്കറിയാവൂടി, ഈ കുടുംബത്തിലെ ആരും ഇന്ന് വരെ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആരും തന്നെ ഇങ്ങനെ ഒരു പേരുദോഷം എന്തായാലും കേൾപ്പിക്കില്ല. പിന്നെ ആദർശേട്ടൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. ആദർശേട്ടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇനി ഇതിൻ്റെ പിന്നിൽ ആദർശേട്ടനെ ആര് ചതിച്ചതാണെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ടെന്ന് പറയാണ്. നീ ഉദ്ദേശിക്കുന്നത് വേറെയാണല്ലോ, നിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാവടി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും തന്നെ അജയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇമാതിരി പണി ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യും, ഈ കുടുംബത്തെ കരിവാരത്തേക്കാൾ മാത്രം നീ വളർന്നോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക ഉടനെ തന്നെ പറയുന്നുണ്ട്, അല്ല ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അഭിയേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ അജയൻ പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, നീ നിൻ്റെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളത്, എല്ലാം കണ്ടും കേട്ട് ക്ഷമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നീ അങ്ങ് തലയിൽ കയറി ഇറങ്ങുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക ഒന്നും ഇടാതെ തല ഒന്നിച്ച് നിൽക്കുവാണേ. അജയൻ ഉടനെ മുത്തച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ, ഇനി ഇവളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല, ഇപ്പോൾ തന്നെ ഇവളുടെ അച്ഛനെയും അമ്മയും വിളിക്കുക, എന്നിട്ട് ഇവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അനിയുമായിട്ട് ഇവൾക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ മുത്തച്ഛൻ പറയുന്നുണ്ട്, നിൽക്കുക അജയ, ധൃതി വെക്കണ്ട, അനാമികയെ സാരമില്ല, നീ എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അതെന്തായാലും ഞങ്ങൾ ക്ഷമിച്ചു,
നീ എന്തായാലും ഇപ്പോൾ റൂമിലോട്ട് പൊക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമികയെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിടുവാണ്. ഉടനെ തന്നെ അനി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ ഇത്, എന്തിനാ അവളെ പറഞ്ഞു വിടാത്തത്, എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്തവളെ വെറുതെ വിടാനാണോ മുത്തശ്ശൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിലും അനിയനോട് പറയുന്നുണ്ട്, അനിമോനെ നീ ഒന്ന് സമാധാനപ്പെടുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമികയോട് റൂമിലോട്ട് പൊക്കോളാൻ പറയാണ് കേട്ടോ മുത്തശ്ശിയും. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജാനകി ആണെങ്കിലും അനിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും മോളെ തല്ലിയതൊട്ട് ശരിയായില്ലേ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും അനി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൾ ചെയ്ത പ്രവൃത്തി നല്ലതായിരുന്നു അല്ലേ അമ്മ എന്ന. അപ്പോഴത്തേക്കും തന്നെ മുത്തശ്ശിയാണെങ്കിലും ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അവളെ തല്ലുന്നതിന് പകരമുണ്ടല്ലോ ഇവൾക്കെട്ട് വേണമായിരുന്നു ആദ്യം കൊടുക്കാനെന്ന് പറയാണ് മുത്തശ്ശി. ഇത്രയും കാലം ഞാൻ എൻ്റെ മരുമക്കളോട് ആരോടും ഒരു ദേഷ്യത്തിനോ പ്രശ്നത്തിനോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. ഞാൻ നിങ്ങളെ ഭരിക്കാനോ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമായിട്ടോ ഞാൻ വന്നിട്ടില്ല. എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്. അത് പിന്നെ അല്ല അമ്മ അനാമിക മോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി നീ ഇനി മിണ്ടരുത്. അവളുടെ അഴിഞ്ഞാട്ടവും അവളുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണോ നീ വിചാരിച്ചത്? നീയാണ് പൊട്ടി, നിന്നെ അവൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിലിടാൻ വരരുത്. നീയും എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നല്ലേന്ന്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നാൽ നിൻ്റെയും കൂടെ അറിവോടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ അജയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആണോടി നീ ഇവരുടെ കൂട്ടത്തിൽ ചേർന്നാണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അജയൻ ചോദിക്കുന്നുണ്ട്, സത്യം പറയടി, നീ ഇതെല്ലാം അറിഞ്ഞിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അനാമികയും അബിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അനാമിക മോൾ ഇതുപോലെ ഈ കാര്യം ചാനലിൽ അറിയിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അതിന് ശരിവെച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജാനകിയുടെ കർണത്തിട്ട് അജയൻ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജാനകി ആണെങ്കിൽ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ കിട്ടിയ ഒരു അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാനകിയുടെയും ഇങ്ങനെ കിളി പോയി ഇങ്ങനെ നിൽക്കുവാണ്. അനിയാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ആ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു എന്നുള്ളത് അനിക്കും അറിയാം. അല്ലെങ്കിൽ അനാമിക എന്ത് തെറ്റ് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ ന്യായീകരിക്കുകയല്ലേ അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഒരു അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അനിയും ചിന്തിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് അമ്മ അവളെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം അവളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ അജയൻ എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ തകർക്കാൻ ശ്രമിച്ചതേ മൂർത്തീസ് ജ്വല്ലറിയുടെ പേരും പദവിയാണ്. നാളെ ഇതുവരെ ഒരു കോട്ടവും സംഭവിക്കാതെ ശുദ്ധമായ സ്വർണം കൊടുത്ത് അച്ഛൻ പണിതുയർത്തിയ ഈ സാമ്രാജ്യത്തെയാണ് നിങ്ങളെല്ലാവരും കൂടെ നശിപ്പിക്കാനായിട്ട് നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും തന്നെ ജാനകി പറയുന്നുണ്ട്, അല്ല അജയേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ആദർശം ഒരു തെറ്റ് ചെയ്തിട്ടല്ലേ എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്, അല്ലാതെ ഇല്ലാത്ത കഥയൊന്നും അല്ലല്ലോ. ആരിവിടെ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു തെറ്റാണ് ഇപ്പോൾ ആദർശം ചെയ്തേക്കുന്നത്? അല്ലല്ലോ. എന്നിട്ട് പോലും ആദർശനെ ആരും വിമർശിക്കുന്നില്ല. എല്ലാവരും അവനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മോൻ അനിയോ അല്ലെങ്കിൽ അബിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. ഇനിയിപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലേ? എല്ലാവർക്കും ആ ഒരു കാര്യം നടന്നതായിട്ട് പോലും ഒരു ഭാവവും ഇല്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആദർശനെയും കുഞ്ഞിനെയൊക്കെ സ്വീകരിച്ചെന്നുള്ള കാര്യം. അതെന്താ അങ്ങനെ? ആദർശൻ്റെ സ്ഥാനത്ത് അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു തരുന്നെങ്കിൽ അബിക്ക് മാപ്പ് കൊടുക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയൊക്കെയാണ് എന്ന് ജാനകി പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ വീട്ടിലെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ആദർശം നയനെ അതുപോലെ തന്നെ അജയനും ജയനും എല്ലാം ഇങ്ങനെ ദേവയാനിയും ഒക്കെ ഇങ്ങനെ ദേഷ്യം വരുവാണ് കേട്ടോ. അവരാരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെ ചെറിയമ്മ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പലർക്കും ഇവിടെ പല നിയമങ്ങളാണ്. ചെറിയമ്മയ്ക്കും അനാമികയ്ക്കും എനിക്കും അബിയേട്ടനും ഒക്കെ പല നിയമങ്ങളാണ്. ആദർശേട്ടനും അയാളുടെ ഭാര്യയ്ക്കും ഒക്കെ ഇവിടെ മറ്റൊരു നിയമമാണ്. അവർ എന്ത് ചെയ്താലും ഇവിടെ ആരും ഒന്നും ചോദിക്കത്തില്ല, പറയത്തുമില്ല. നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കുറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ അജയൻ പറയുന്നുണ്ട്, നവ്യേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞങ്ങളെല്ലാവരും പലതും ക്ഷമിക്കുന്നുണ്ട്. അതെല്ലാം നിനക്കും നിൻ്റെ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് നീ നിൽക്കരുത്, മര്യാദയ്ക്ക് കയറിപ്പൊക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ അജയൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്ങാനും ആ ഒരു വാർത്ത ലീക്കായിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമോളുണ്ടല്ലോ അനാമിക, അവളുടെ കാര്യം പോക്കാം. നീ ആലോചിച്ചോ. തന്നെ അബിയോടും അനാമിയോടുമായിട്ട് ഞാൻ പറയാണ്, ഇനി മേലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ടും പിന്നെ പടിക്ക് പുറത്ത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അബിക്കാണെങ്കിൽ അജയൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ഷോക്കാവുകയാണ്. എല്ലാവരും എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ അബി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ചിലച്ച് ഉടനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ വാർത്ത എങ്ങാനും ഒന്ന് ലീക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ജ്വല്ലറിയൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും വീട്ടിൽ ഇരിക്കേണ്ടി വന്നതിന് ഒരു കുട്ടി പോലും മുറ്റത്തിറങ്ങേണ്ടി വരത്തില്ല. അമ്മാതിരി നാണക്കേടും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ
തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും തന്നെ ജാനകിയും നവിയും ജലജയൊക്കെ കൂടെ ഇങ്ങനെ അകത്തോട്ട് കയറി പോവുകയാണ്. അനി മുത്തശ്ശിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി അവളെ വെറുതെ വിട്ടത്? അവളല്ലേ ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്? അവളെ അങ്ങനെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായില്ല, അവൾക്ക് നല്ല ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പുറത്താക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യമായിരുന്നു ഇത്. അവളുടെ അച്ഛനും അമ്മയും വിളിപ്പിച്ച് മോള് ചെയ്ത കുറ്റങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് അവളെ പുറത്താക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അബി. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ടെന്നൊക്കെ എനിക്കറിയാം. കാരണം ആ പേരും പറഞ്ഞ് നീ അവളെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആനി പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തവളെ ഇനി ഇവിടെ കിടത്തി പൊറപ്പിക്കണം എന്നാണ് മുത്തശ്ശി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ട് പോലും അബിയെ എല്ലാം ക്ഷമിച്ചു സഹിച്ചു ഇവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലെ സൽപ്പേര്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെയും സൽപ്പേര്, ഇതൊന്നും ഒരു കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അബിയേട്ടനെ ഇവിടെ നിർത്തിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി പറയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെയും അത് തന്നെയാണ് മോനെ, ഈ കാരണം കൊണ്ട് തന്നെയാണ് അനാമികനെ ഇവിടെ നിർത്തിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കി ബഹളം വെച്ച് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, അവൾ ആ ദേശത്തിൽ പോയിട്ട് ഈ വാർത്തയ്ക്കെല്ലാം ഒന്നും കൂടെ പൊടിപ്പും തൊങ്ങലും വെച്ച് ന്യൂസാക്കും. പിന്നെ നമുക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവളിപ്പോൾ തൽക്കാലം അകത്തോട്ട് കയറി പോയിരിക്കുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി, കാര്യങ്ങളൊക്കെ ലീക്ക് ഔട്ട് ആകാതിരിക്കും. മുത്തശ്ശനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ പുറത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് നിൽക്കുന്നവരൊക്കെ വലിയൊരു സന്തോഷമാകും. അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ കുടുംബത്തിന് കരിവാരിത്തേക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഈ സംഭവത്തിൽ പേരിൽ അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായും നമുക്കെതിരെ തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയും. അങ്ങനെ നമ്മുടെ തറവാടിന് നല്ല മൊത്തത്തിലൊരു മോശപ്പേരുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ആ സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ നയനയും ആദർശമൊക്കെ കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനയും ആദർശവും ആണെങ്കിൽ ഈ വാർത്ത അധികം സ്പ്രെഡ് ആകാതെ തന്നെ എങ്ങനെ ഒതുക്കി തീർക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മീഡിയാസോ അല്ലെങ്കിൽ മഞ്ഞപത്രക്കാരോ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള പേരിനെ ബാധിക്കും എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ആരെങ്കിലും മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ച് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ആദർശേട്ടാ, അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അവൾക്ക് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഈ ഒരു പ്രാവശ്യം അബിയും ജലജയും ജാനകിയും അനാമികയും ഒക്കെ കൂടെ ചെയ്ത ഈ ഒരു പ്ലാൻ ഫ്ലോപ്പായി പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ മുത്തശ്ശനും ആദർശനും നയനയും അജയനും ജയനും ഒക്കെ കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വാർത്ത അധികം സ്പ്രെഡ് ആകാതെ തന്നെ അനന്തപുരി തറവാട് രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ അനാമികയെ കിട്ടാനുള്ള നല്ലൊരു പണി കൊടുക്കാനായിട്ട് ആദർശ നയനയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളിപ്പോൾ അനിയുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ഒരു സന്തോഷ സമാധാനം ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ അവൾ ഈ തറവാട് മൊത്തം നശിപ്പിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുവാണോ? അതിനി എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ട് അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആദർശവും ഇങ്ങനെ കൂടി തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.